ഒരു ഗ്ലാസ് തോരയും ഒരു ഗ്ലാസ് പച്ചരിയും എടുക്കുക. തോര തലേദിവസം തന്നെ ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക. പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കുമ്പോൾ എടുത്ത് ഒരു കുക്കറിലിട്ട് ഒരു 3 വിസിലെടുക്കുക. അരിയും ഒപ്പം തന്നെ ഇടാം. ഇതാണ് തുവര. സാമ്പാർ പരിപ്പ് വരുന്നില്ലേ, അതിൻ്റെ മുഴുവൻ ധാന്യമാണിത്. ഇത് കണ്ണൂർ ഭാഗത്താണ് അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പം ഇതും അരിയും കൂടി ഒരു പായസം വെക്കുകയാണ്. അപ്പോൾ തുടങ്ങാമല്ലേ. ശർക്കര പൊടിയൊക്കെ കളഞ്ഞ് അരിച്ചെടുത്ത് വെച്ചാൽ എളുപ്പമായി. പിന്നെ വേണ്ടത് തേങ്ങ ചിരകിയതാണ്. അരിയും തോരയും കൂടി കുക്കറിലിട്ടിട്ടുള്ളത്. ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇടുക. ഇത് ശർക്കര സമയം കിട്ടുമ്പോൾ കുറച്ചധികം അലിയിച്ചിട്ട് വെക്കും. കാരണം എന്തെങ്കിലും ആയിട്ട് പലഹാരത്തിന് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം നോക്കിയിടുക. ഇത്രയും ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട്. നോക്കാം, ഒഴിച്ചിട്ട് മധുരം വേണമെന്നുണ്ട് പിന്നെയും. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പിടാം. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തേങ്ങ ചേർത്ത് നന്നായി യോജിപ്പിച്ച് വാങ്ങാം. ഇതിൽ വേറെ ഒന്നും ആവശ്യമില്ല, ഏലക്കായോ മറ്റുള്ള സാധനങ്ങളോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ തേങ്ങ ചിരകിയതിന് പകരം പൂളി ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കഴിക്കാനും ടേസ്റ്റാണ്. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യാറ്. എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണിത്. അച്ഛനും അമ്മക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇത്രയേ ഉള്ളൂ. പായസം റെഡി. തോര അരി പായസം റെഡി.